പ്രൈസ് ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം. യോഹന്നാൻ എഴുതിയ ലേഖനം എന്ന സബ്ജക്റ്റുമായിട്ട് വീണ്ടും നമുക്ക് ഒന്നിച്ചു ചേർന്ന് വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകാൽ റോസ് ഫാമിലി എന്ന ഫേസ്ബുക്ക് പേജിനെ ഓർക്കുന്നു. ഇതിൻ്റെ അഡ്മിനായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അവരെല്ലാം ദൈവം ധാരാളമായിട്ട് മാനിച്ചനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലെ 6ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സുവിശേഷ വേദഭാഗത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. 5ാമത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ പലരും വിളിക്കുവാനും ക്ലാസിൻ്റെ അഭിപ്രായങ്ങൾ പറയുവാനുമെല്ലാം മുഖാന്തരമായി. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾ എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നാം യോഹന്നാന്റെ സുവിശേഷം എന്ന സബ്ജക്റ്റിൻ്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് ഇന്ന് കടന്നു വന്നപ്പോൾ ആകെക്കൂടെ നാം ഈ പുസ്തകത്തിൽ നിന്നും കവർ ചെയ്തിരിക്കുന്നത് ഒരൊറ്റ വാക്യം മാത്രമാണ്. 5 മണിക്കൂർ നമ്മൾ ഇതിൽ നിന്നും പഠിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1ാമത്തെ വാക്യം മനസ്സില്ല മനസ്സോടെ കടന്നു പോകുവാനിടയായി തോന്നുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കും പഠനത്തിനും ആധാരമായിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 2ാമത്തെ വാക്യമാണ്. നമുക്കൊന്നും കൂടെ ആ വേദഭാഗം ഒന്ന് വായിക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. 1ാമത്തെ വാക്യം അതായിരുന്നു. അത് വിശാലമായ ഒരു പഠനത്തിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് നിർത്തുവാനിടയായി തീർന്നത്. ഇന്ന് നാം ചിന്തിക്കുന്നത് 2ാമത്തെ വേദഭാഗത്തിൽ നിന്നാണ്. ഇന്നത്തെ ഈ ഒരു ക്ലാസ് 2ാമത്തെ വേദഭാഗത്തിൽ നിന്നാണ്. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. നമുക്കിന്ന് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. 2ാമത്തെ വാക്യം 1ാമത്തെ വാക്യത്തിന്റെ ആവർത്തനമാണോ എന്ന് ഒരു പക്ഷെ നമുക്ക് ചിന്തിക്കാം. കാര്യം ഈ ഒരു വാക്യം 1ാമത്തെ വാക്യത്തിലും ചേർത്തിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ക്രിസ്തുവിന്റെ ദൈവത്വവും ആളത്വം എന്നിവയ്ക്ക് ആരംഭമില്ല എന്ന ഈ വാക്യം നമ്മെ പഠിപ്പിക്കുകയാണ്. അതായത് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ ദൈവത്വത്തിനും ക്രിസ്തുവിന്റെ ആളത്വത്തിനും ആരംഭമില്ല എന്ന് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്, കർത്താവായ യേശുക്രിസ്തു ജഡശരീരമെടുത്ത് ഈ ഭൂമിയിലേക്ക് ജനിച്ചതിന് ശേഷമല്ല അവനൊരു ആളത്വമുണ്ടായത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് ഈ സകല സൃഷ്ടികൾക്കും മുമ്പേ ആളത്വമുണ്ട്. 2ാമത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിന്റെ ആരംഭം കുറിക്കുന്നത് ബേത്ലഹേമിലല്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജഡശരീരം എടുത്തതിന് ശേഷമല്ല ഒരു വ്യക്തിത്വമുണ്ടായത്. നമ്മളെപ്പോലെ ഒരു വ്യക്തിത്വമുണ്ടായത് അവൻ ബേത്ലഹേമിൽ ജനിച്ചതിന് ശേഷമല്ല. ചിലർ ഉപദേശിക്കുന്നത് പോലെ പുനരുദ്ധാനത്തിന് ശേഷവുമല്ല. കർത്താവായ യേശുക്രിസ്തു പുനരുദ്ധാനത്തിന് ശേഷമാണ് ദൈവമായതെന്ന് ഉപദേശിക്കുന്ന ചില കൂട്ടരുണ്ട്. കർത്താവ് പൂർണ്ണ മനുഷ്യനായിരുന്നുവെന്നും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതിനു ശേഷമാണ് അവൻ ദൈവമായതെന്നും എല്ലാം പഠിപ്പിക്കുന്ന ഒരു വല്ലാത്ത ലോകത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം ഓർക്കണം, ഈ വാക്യമൊന്നും വെറുതെ വായിച്ചോടിപ്പോകുവാനൊന്നും എനിക്ക് മനസ്സില്ല. ഇതിൽ പഠിപ്പിക്കാവുന്നതിൻ്റെ മാക്സിമം
അനേകർക്ക് ഇന്നും സംശയങ്ങൾ മാറാത്തൊരു വാക്യങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ. കുറച്ചും കൂടെ ആധികാരികമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ചിന്തിച്ചു കഴിഞ്ഞാൽ 1 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ വേഗത്തിലൊന്ന് ഓടിപ്പോകാവുന്ന ഒരു വേദഭാഗങ്ങളല്ല. ദൈവജനം ഏറെ പഠിക്കേണ്ടതും ഇന്ന് ക്രിസ്തീയ സഭയിലേക്ക് തള്ളിക്കയറിക്കൊണ്ടിരിക്കുന്ന ദുരുപദേശത്തിന് കടിഞ്ഞാണിടുവാൻ തക്കവണ്ണം പ്രാപ്തി ഓരോ വിശ്വാസിയും പ്രാപിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. അതെങ്ങനെ പ്രാപിക്കും? വചനത്തിൽ നിന്ന് തന്നെ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് ചിലർ ഉപദേശിക്കുന്നത് പോലെ പുനരുദ്ധാനത്തിന് ശേഷമല്ല കർത്താവിൻ്റെ ആളത്വം, അത് ലോകാരംഭത്തിന് മുമ്പേ ഉണ്ട് എന്ന് 2-ാമത്തെ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. അവൻ നിത്യതയ്ക്ക് മുമ്പേ ദൈവമായിരുന്നു. അത് നമ്മുടെ കർത്താവ് സകലതും ഉണ്ടാകുന്നതിന് മുമ്പേ അവൻ ദൈവവും അവനിൽ ആളത്വവും ഉണ്ടായിരുന്നു. ഇത് സെയിം വാസ് ദി ബിഗിനിങ് വിത്ത് ഗോഡ്. അതെ, അവൻ ദൈവം തന്നെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൻ തന്നെ ആദ്യം ദൈവത്തോട് കൂടെയായിരുന്നു. അവൻ ദൈവത്തോട് കൂടെയായിരുന്നു. അവൻ തന്നെ എന്നത് വചനം തന്നെ എന്നാണ് അതിൻ്റെ അർത്ഥം. പലരും ചിന്തിച്ചു വച്ചിരിക്കുന്നത് പോലെ വചനം ദൈവത്തിൻ്റെ ശബ്ദമെന്ന് വിചാരിച്ച് അനേകർ അങ്ങനെയും കർത്താവിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു. നോ, ആ ദൈവത്തോട് കൂടെയായിരുന്നു. എൻ്റെ വായിൽ നിന്നും നിങ്ങൾ കേൾക്കുന്ന ശബ്ദം പോലെയല്ല, അവൻ ദൈവത്തോട് കൂടെയായിരുന്നു എന്നാണ് 2-ാമത്തെ വാക്യം പഠിപ്പിക്കുന്നത് നമ്മളെ. ഈ വചനം ഉളവായതല്ല, സകലവും ഈ വചനത്തിൽ നിന്നാണ് ഉളവായത്. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാകുന്ന വചനം അവൻ ദൈവത്തിൽ നിന്നും ഉളവായതല്ല, അവനിൽ നിന്നാണ് സകലവും ഉളവായത്. യേശു ക്രിസ്തു സാക്ഷാൽ വചനമായവൻ ദൈവത്തോട് കൂടെയായിരുന്നു എന്ന് യോഹന്നാൻ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. കാരണം എന്താണ്? ജനം തെറ്റിപ്പോകരുത്. അതായത് 1-ാം നൂറ്റാണ്ടിൽ ജ്ഞാനവാദികളിൽ ചിലർ യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ മനസ്സിലെ ഒരു ആശയമായിട്ടും ആദർശമായിട്ടും പഠിപ്പിച്ചു. അതായത് 1-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ച കാര്യമാണ്. അയ്യോ, കർത്താവായ യേശു ക്രിസ്തു അനേക കഷ്ടനഷ്ടങ്ങളിലൂടെ കടന്നുപോയി, സംഗതി ശരിയാണ്. പിന്നെയും ദൈവം ഈ ലോകത്തിലേക്ക് പുത്രനെ നൽകിക്കൊണ്ട് നമ്മെ സ്നേഹിച്ച നമ്മുടെ രക്ഷയ്ക്ക് മുഖാന്തരം പദ്ധതി ഒരുക്കിയെങ്കിൽ ആ പദ്ധതിയെയും തകർത്ത് കളയുവാൻ പിശാച് രാപ്പകൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിലെ ഇരുട്ടിൻ്റെ ആധിപത്യം കർത്താവിൻ്റെ സുവിശേഷത്തെ മറിച്ചു കളയുവാൻ. അതുകൊണ്ടാണ് ക്രിസ്തുയേശുവിൻ്റെ തേജസ്സാർന്ന സുവിശേഷം ശോഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിൻ്റെ ദൈവം പിശാച് അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി കളഞ്ഞിരിക്കുന്നു. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ ജ്ഞാനവാദികളുടെ ഒരു വാദമായിരുന്നു ക്രിസ്തു ദൈവത്തിൻ്റെ മനസ്സിൽ ഒരു ആശയമായിട്ടും ആദർശമായിട്ടും അവർ പഠിപ്പിച്ചു. പ്രത്യേകം ഓർക്കണം, ഈ സുവിശേഷം നന്നായി പഠിക്കുന്നവരുണ്ട് എന്ന് എനിക്ക് നല്ല വ്യക്തതയുണ്ട്. അല്ലെ, പലരും വിളിച്ച അഭിപ്രായങ്ങളും ക്ലാസിൻ്റെ സംശയങ്ങളും എല്ലാം ചോദിക്കുമ്പോൾ എനിക്ക് വ്യക്തമായ ഒരു കാര്യമാണ്, ഈ സുവിശേഷം നന്നായി പഠിക്കുന്നവരുണ്ട്. ഈ പ്ലാറ്റ്ഫോമിലൂടെ യോഹന്നാന്റെ സുവിശേഷം നന്നായി ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും നോട്ട് എഴുതുകയും ചെയ്യുന്നവരുണ്ട്. ഒരു സഹോദരിയെ എന്നെ വിളിച്ചപ്പോൾ ആ സഹോദരി ഈ സുവിശേഷത്തിൻ്റെ നോട്ടും കൂടെ എഴുതുന്നുണ്ട് എന്ന് പറയുവാനിടയായി തീർന്നു. ആ സഹോദരി ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രത്യേകം ഓർക്കണം, ക്രിസ്തു ദൈവത്തിൻ്റെ മനസ്സിലെ ഒരു ആശയമായിട്ടും ആദർശമായിട്ടും പഠിപ്പിച്ചതാണ് ജ്ഞാനവാദികൾ. അതുകൊണ്ട് യോഹന്നാൻ യേശുവിനെ കുറിച്ച് അവൻ ദൈവത്തിൽ നിന്നല്ല, ദൈവത്തോട് കൂടെ എന്ന് എഴുതി. പ്രൈസ് ദി ലോർഡ്. കൂടെ എന്നതിന് ഗ്രീക്ക് പദത്തില് പ്രോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടെ സമത്വവും സജീവ ബന്ധവും സംസർഗവുമാണ് ഈ പദം സൂചിപ്പിക്കുന്നത്.
അതായത് ഗ്രീക്കിലെ പ്രോസ് എന്ന പദം, അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സമത്വം, ദൈവത്തോടുള്ള സജീവ ബന്ധം, ദൈവത്തോടുള്ള സംസർഗം. ഈ പദങ്ങൾക്ക് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന പദമാണ് പ്രോസ്. അവൻ കൂടെയായിരുന്നു, ദൈവത്തോട് കൂടെയായിരുന്നു. വചനം അനാദിയായി പിതാവിൻ്റെ അടുക്കലായിരുന്നു എന്ന് മാത്രമല്ല, സജീവവും ക്രിയാത്മകവുമായി ആകുക മാത്രമല്ല, അവർ ഒന്നിച്ച് സംസർഗത്തിലായിരുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ യോഹന്നാന്റെ സുവിശേഷത്തിലെ 17-ാം അധ്യായത്തിലെ കർത്തൃ പ്രാർത്ഥനയിൽ കർത്താവ് പറയുന്നത്, പിതാവേ, നാം മുമ്പേ ആയിരുന്നത് പോലെ, നാം ഒന്നായിരുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നായി തീരേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ലോകത്തിന് വെളിപ്പെടുത്തുവാനുള്ള സുവിശേഷമാണ്. ഇത് പഠിക്കേണ്ട രീതിയിൽ ഈ സുവിശേഷം ഒന്ന് പഠിച്ചാൽ ഒരു മനുഷ്യനെ നമ്മളെ തകർത്ത് കളയുവാൻ കഴിയില്ല, നമ്മുടെ ഉപദേശത്തെ മറിച്ചു കളയുവാൻ കഴിയില്ല. കാരണം ഇപ്പോൾ പിതാവ് ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. പുത്രൻ ഭൂമിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടി ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു പിതാവുമായുള്ള ആ ബന്ധത്തെയും ആ ട്രിനിറ്റിയുമായിട്ടുള്ള ബന്ധത്തെയാണ് വെളിപ്പെടുത്തുന്നത്. വിശുദ്ധ ബൈബിളില് ട്രിനിറ്റി എന്ന ആ ആശയത്തിന് അടിസ്ഥാനമിടുന്ന വേദഭാഗങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഈ ട്രിനിറ്റി അല്ലെങ്കിൽ തൃത്വം എന്ന് പറയുന്നത്? എന്താണ്? നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം തൃത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഏക ദൈവത്തിലുള്ള വിശ്വാസമാണ് ക്രിസ്തീയ സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അത് പെന്തക്കോസ്തുകാരനാണെങ്കിലും കത്തോലിക്കനാണെങ്കിലും യാക്കോബിക്കാരനാണെങ്കിലും ആര് തന്നെയാകട്ടെ, ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് ഏക ദൈവത്തിലുള്ള വിശ്വാസമാണ്. അപ്പോൾ ആ ഏക വിശ്വാസികളായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു സമ്പൂർണമായും ദൈവമാണ്. ഏകത്വം അംഗീകരിക്കുന്നവർക്ക് ക്രിസ്തുവിന്റെ ദൈവത്വത്തിൽ വിശ്വസിക്കുന്നതിന് മറ്റൊരു തെളിവും ആവശ്യമില്ല. ഏക ദൈവത്തിൽ രണ്ടാമനായ ക്രിസ്തു ഒന്നാമനായ ദൈവത്തിന് സമനാണ്. നാം വിശ്വസിക്കുമ്പോൾ ഒന്നാമനായ ദൈവത്തിന് സമനാണ് കർത്താവായ യേശു ക്രിസ്തു. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് പുത്രനാം ദൈവം പിതാവായ ദൈവത്തിന് വിധേയനായിരിക്കുകയാണ്. ഇവിടെ പ്രത്യേകം ഓർക്കണം, അതായത് പുത്രനാം ദൈവത്തിന് ഒരു ദൗത്യ നിർവഹണമുണ്ട്. ആ ദൗത്യ നിർവഹണത്തിനായിട്ട് പുത്രനാം ദൈവം എന്താണ്? പിതാവായ ദൈവത്തിന് വിധേയപ്പെട്ടിരിക്കുകയാണ്. കാര്യനിർവഹണത്തിൽ പിതാവ് ഒന്നാമനും പുത്രൻ രണ്ടാമനും പരിശുദ്ധാത്മാവ് മൂന്നാമനുമാണ്. പ്രത്യേക ദൈവമക്കൾ പഠിക്കേണ്ട ഒന്നാണ് തൃത്വം. ഇത് സഭകളിൽ പഠിപ്പിക്കുന്നില്ല. ഒരു ദൈവദാസന്മാരും തൃത്വം എന്ന വിഷയം പഠിച്ചിട്ട് സഭയിലെ വിശ്വാസികളെ ആ തൃത്വം പഠിപ്പിക്കുന്നില്ല. എന്താണ് തൃത്വം എന്ന് ചോദിച്ചാൽ ദൈവദാസന്മാർക്കും അറിയില്ല, വിശ്വാസിക്കും അറിയില്ല. ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇനി വരുന്ന കാലങ്ങളില് തൃത്വമെന്ന ആ വിഷയത്തില് അടിസ്ഥാനമായി നല്ലൊരു പഠനം സഭകൾക്ക് ആവശ്യമാണ്. തൃത്വത്തിലെ ഒരു 5 ഫോർമുല എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, നമ്മൾ
ഗ്രഹിച്ചറിയേണ്ടത് ദൈവം ഏകനാണ്. ക്രിസ്ത്യാനികൾ പറയുന്ന ഒന്നായി ചേർന്ന് പറയണം, ദൈവം ഏകനാണ്. രണ്ടാമത്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാണ്. തൃത്വത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളായ മുഴു ക്രിസ്ത്യാനികളും പറയുകയാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാണ്. മൂന്നാമത്തെ പോയിന്റ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വ്യത്യസ്ത ആളത്വങ്ങളാണ്. അവർ മൂന്നുപേരും മൂന്ന് ആളത്വങ്ങളാണ്. നാലാമത്തെ കാര്യം, ഇവർ മൂന്നുപേരും നിത്യരാണ്. ആദ്യം പിതാവുണ്ടായി, പിന്നെ പുത്രനുണ്ടായി, പിന്നെ പരിശുദ്ധ ഇവർ മൂന്നുപേരും നിത്യരാണ്. അഞ്ചാമത്തെ പോയിന്റ്, ഇവർ മൂന്നുപേരും തുല്യരാണ്. പിതാവ് ഒന്നാമൻ, പുത്രൻ രണ്ടാമൻ, പരിശുദ്ധാത്മാവും അതല്ല, മൂന്നുപേരും തുല്യരാണ്. ഇവർ മൂന്നുപേരും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഭൂമിയിൽ ഒരു പ്രവൃത്തിയെ ചെയ്തെടുക്കുന്നത് ഇവർ മൂന്നുപേരും ഒന്നിച്ചാണ്. ഒരാൾ മാറി നിന്നുകൊണ്ട് ചെയ്യുന്നതല്ല ദൈവപ്രവൃത്തി എന്ന് പറയുന്നത്. മൂന്നുപേരും ഒന്നായി ചേർന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തി. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ഓർക്കണം, സർവ്വതിനും ആധാരമേ ആയിരിക്കുന്ന ഏകത്വമായി സ്ഥിതി ചെയ്യുന്ന ദൈവമാണ് പിതാവ്. സർവ്വതിനും ആധാരമായിരിക്കുന്ന ഏകത്വമായി സ്ഥിതി ചെയ്യുന്ന ദൈവമാണ് പിതാവ്. മനുഷ്യബോധപൂർവമായ ആളത്വത്തിലേക്ക് കടന്നു വരുന്ന ദൈവമാണ് പുത്രൻ. ആ പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്ന ആളത്വമാണ് പുത്രൻ. സഭയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ദൈവമാണ് പരിശുദ്ധാത്മാവ്. സഭ 4-ാം നൂറ്റാണ്ടോടെയാണ് തൃത്വോപദേശം രൂപപ്പെട്ടു തുടങ്ങിയത്. വളരെ വാദങ്ങള് അപ്പോസ്തലന്മാരുടെ കാലശേഷം വളരെ വാദപ്രതിവാദങ്ങൾ നടന്നു. 4-ാം നൂറ്റാണ്ടിലാണ് അതിനൊരു ശമനം വന്നത്. അതായത് നിക്യാ സൂനകദോസിൽ AD 325 പുത്രനാം ദൈവത്തെ ദൈവമായിട്ട് അംഗീകരിച്ചു. യേശു ക്രിസ്തുവിനെ നിക്യാ സൂനകദോസിൽ AD 325 ദൈവമായി അംഗീകരിച്ചു. അപ്പോഴും പരിശുദ്ധാത്മാവാം ദൈവത്തെ ദൈവമായി അംഗീകരിച്ചില്ല. പിന്നെയോ കോൺസ്റ്റാന്റിനിപ്പോൾ സൂനകദോസിൽ AD 381 പരിശുദ്ധാത്മാവിനെ ദൈവമായി അംഗീകരിച്ചു. അങ്ങനെയാണ് വിശ്വാസ പ്രമാണം ഉണ്ടാകുന്നത്. അപ്പോൾ കർത്താവിന്റെ യഥാർത്ഥ വചനത്തിനും ദുരുപദേശത്തിനുമായിട്ട് അന്നും ഇന്നും രണ്ട് ഭാഗമായി തിരിഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകം ഓർക്കണം, ദൈവജനം ഇന്ന് പഠിക്കേണ്ട ഒരു വലിയ സബ്ജക്റ്റാണ് ട്രിനിറ്റി എന്ന വിഷയം. അനേകര് തെറ്റി, അനേകര് പതറിപ്പോകുന്ന ചില കാര്യങ്ങൾ, ചിലർ വന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതാണ് ശരിയെന്ന് പറഞ്ഞ് അവരുടെ പുറകെ പോകുന്നവർ. അതിൽ നിന്നെല്ലാം ഒരു മാറ്റം വരണം. എന്താണ് തൃത്വമെന്നത്? മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സഭയിലേക്ക് വരുന്ന ഒരു പുതിയ വിശ്വാസിയെ ദൈവദാസൻ സമയം കണ്ടെത്തി പഠിപ്പിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് ട്രിനിറ്റി എന്നത്. കാരണം അവൻ ആരാധിക്കുന്ന ദൈവം ആരെയെന്ന ബോധ്യം അവന് കൊടുക്കണം. ഇത് എന്തെങ്കിലും പ്രസംഗിച്ചു, എന്തെങ്കിലും പറഞ്ഞും സമയം പോക്കുവാനുള്ളതല്ല. ഒരു പുതിയ വിശ്വാസി സഭയിലേക്ക് വന്നാൽ അവനെ നീ ആരാധിക്കുന്ന ദൈവം ആരെയെന്നും ആ ട്രിനിറ്റി തൃത്വം എന്ന വിഷയത്തെക്കുറിച്ച് അവന് വ്യക്തമായി പഠിപ്പിച്ച് അവനെ ക്രിസ്തുവിന്റെ തലയോളം വളർത്തുവാൻ
ദൈവദാസന്മാർ മുൻപന്തിയിൽ നിൽക്കണം. അതിന് അവർ വചനം പഠിക്കേണ്ടത് ആവശ്യമാണ്. പ്രതികളോർക്ക് ദൈവമക്കളെ, ഇന്ന് സ്ഥാനപ്പെട്ട അനേകരെ കാണാം എവിടെ നോക്കിയാലും. എന്നാൽ മാനസാന്തരപ്പെട്ടവരെ കണ്ടു കിട്ടുക വളരെ ചുരുക്കമാ. ഒരാലോചനയാ. ഇന്ന് സ്ഥാനപ്പെട്ടവരെ എവിടെ നോക്കിയാലും കാണാം. പക്ഷേ മാനസാന്തരപ്പെട്ടവരെ, യഥാർത്ഥമായി മാനസാന്തരപ്പെട്ടവരെ കണ്ടുകിട്ടുക പ്രയാസമായി വന്നിരിക്കുന്നു. ദൈവസഭകളിൽ നിന്ന് ഒരു ചെറിയ ശേഷിപ്പ് ദൈവത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്നു. അതിൽ ഞാനും നിങ്ങളുമായി തീരേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതിനെല്ലാം വചനത്തിന്റെ ആധികാരിക മർമ്മങ്ങൾ നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ദൈവമേകനാണ്? പഴയ നിയമത്തിൽ ദൈവമേകെന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതിലൊന്നും എന്താണ് ഒരു തെറ്റുമില്ല. കാരണം ആവർത്തന പുസ്തകം 4:35 പറയുകയാണ്, യഹോവ തന്നെ ദൈവം, അവനല്ലാതെ മറ്റൊരുത്തനുമില്ല. വീണ്ടും ആവർത്തനം 4:39 പറയുന്നു, ആകയാൽ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യഹോവ തന്നെ ദൈവം, മറ്റൊരുത്തനുമില്ല. ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ആവർത്തനം 6:4 യഹോവ തന്നെ ദൈവം, മറ്റൊരുത്തനുമില്ല എന്ന് ഭൂമിയിലെ സകല ജാതികളും അറിയേണ്ടതിന്. 1 രാജാക്കന്മാർ 8:59 ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവമില്ല, നീ എന്നെ അറിയാതെ ഇരിക്കെ ഞാൻ നിന്റെ അരമുറുക്കിയിരിക്കുന്നു എന്ന് യെശയ്യാവ് 45 വേദഭാഗത്തിൽ പറഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് ദൈവമേകനാണ്. പിന്നെ ഈ പുതിയ നിയമസഭയിൽ എങ്ങനെയാണ് ട്രിനിറ്റി കടന്നു വന്നത്? ത്രിഏകത്വം എങ്ങനെ കടന്നു വന്നു? ട്രിനിറ്റി എന്നാൽ 3 + യൂണിറ്റി എന്നാണ്. അതാണ് ട്രിനിറ്റി, തൃത്വം. ഈ പദം വിശുദ്ധ ബൈബിളിൽ അന്വേഷിച്ച ഒരിക്കലും കണ്ടെത്തുകയില്ല. ട്രിനിറ്റി എന്ന പദം വിശുദ്ധ ബൈബിളിൽ ഇല്ല. ട്രിനിറ്റി എന്ന പദം നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് പഠിക്കുവാനും അസാധ്യമായ ഒരു കാര്യമാണ്. ഏറെ ചെലവഴിക്കേണ്ട ഒരു കാര്യമാണ് ട്രിനിറ്റി എന്ന വിഷയം. പ്രൈസ് ദി ലോർഡ്. ഈ തൃത്വം എന്ന വിഷയം പുതിയ നിയമത്തിൽ ആരാണ് കൊണ്ടുവന്നത്? മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ് ട്രിനിറ്റി എന്ന ആ വിഷയം കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഇത് വിട്ടുകളയേണ്ട വിഷയമല്ലെന്ന് പറഞ്ഞത്. വേറെ ആര് കൊണ്ടുവന്നാലും നമുക്ക് സംശയിക്കണമായിരുന്നു. എന്നാൽ ട്രിനിറ്റി എന്ന വിഷയം കൊണ്ടുവന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ഒരു വിഷയം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഇല്ല എന്ന് പറയാൻ ആർക്കാണ് അധികാരം? അപ്പൊ ട്രിനിറ്റി എന്ന വിഷയം കൊണ്ടുവന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാ. പുതിയ നിയമത്തിലെ ഒരു ഭക്തന് ട്രിനിറ്റി എന്ന വിഷയത്തെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ പുതിയ നിയമ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ ട്രിനിറ്റിയെ കുറിച്ച് പഠിക്കുന്നത്, ഇത് പഠിപ്പിച്ചത് കർത്താവായ യേശു ക്രിസ്തു ആയതുകൊണ്ടാണ്. എവിടെ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചത്? മരിച്ചിട്ട് പുനരുത്ഥാനം ചെയ്ത കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 28:19 ആകയാൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തെ സ്നാനം കഴിപ്പിച്ചു സകല സൃഷ്ടികളെയും എന്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളുവിൻ. അപ്പൊ ഇത് പഠിപ്പിച്ചത് ആരാ? കർത്താവ് പഠിപ്പിച്ചത്. കർത്താവ് പഠിപ്പിച്ച ട്രിനിറ്റി എന്ന വിഷയം പഠിച്ചില്ല എങ്കിൽ പിന്നെ എങ്ങോട്ടാ സഭ പോകുന്നേ? വിശ്വാസി എങ്ങോട്ടാ പോകുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളെ പ്രത്യേകം ഓർക്കണം, ദൈവവിശ്വാസം തെറ്റാണ്.
പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരെ പോലെ നമ്മൾ ബഹുദൈവ വിശ്വാസികളല്ല, നമ്മൾ ഏകദൈവ വിശ്വാസികളാ. നമ്മൾ ഏകദൈവ വിശ്വാസികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തുണ്ട്? നമുക്ക് ത്രിയേകത്വമുണ്ട്. എന്നാൽ നമ്മുടെ ട്രിനിറ്റി അല്ലെങ്കിൽ ത്രിയേകത്വം എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസത്തിലെ ട്രിനിറ്റിയുമായിട്ട് ഒരു ബന്ധവുമില്ല. ഹൈന്ദവ വിശ്വാസത്തിന് ട്രിനിറ്റി ഉണ്ട്. സൃഷ്ടി, സ്ഥിതി, സംഹാരമെന്ന അവരും ട്രിനിറ്റിയിൽ വിശ്വസിക്കുന്നവരാണ്. അവർക്ക് ബ്രഹ്മാവുണ്ട്, വിഷ്ണുവുണ്ട്, ശിവനുണ്ട്. സൃഷ്ടി, സ്ഥിതി, സംഹാരമെന്ന് അവർ ട്രിനിറ്റിയിൽ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഹിന്ദു ആ വിശ്വാസവും ക്രിസ്ത്യാനികളുടെ ട്രിനിറ്റിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? ചില സുവിശേഷകന്മാർ പറയുന്നത് നിങ്ങൾക്കും ട്രിനിറ്റി ഉണ്ട്, ഞങ്ങൾക്കും ട്രിനിറ്റി ഉണ്ട്. എന്നാൽ അവരുടെ ട്രിനിറ്റി അല്ല ക്രിസ്ത്യാനികളുടെ ട്രിനിറ്റി. കാരണം എന്താ? നമുക്ക് ത്രിയേകത്വമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, ട്രിനിറ്റി എന്ന വിഷയം പഠിക്കുവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലെന്നേ. ബൈബിള് മര്യാദയ്ക്ക് പഠിച്ചാൽ മതി. ത്രിയേകത്തെക്കുറിച്ച് പഠിക്കുവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്നതാണ്. നമ്മുടെ ആദ്യകാലത്തെ പിതാക്കന്മാർ മുഴുവൻ ഇന്ന് കിട്ടുന്ന റെഫറൻസ് ബൈബിളുകളോ കമന്ററികളോ ഒന്നുമില്ലാത്ത കാലത്ത് ദൈവത്തിൽ നിന്നും അധികമധികമായി പ്രാപിച്ചവരാണ്. അതുകൊണ്ട് ട്രിനിറ്റി എന്ന വിഷയം മനസ്സിലാക്കുവാൻ വലിയ ബുദ്ധിമുട്ടില്ല. ബൈബിൾ ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. അതുകൊണ്ടാണ് കർത്താവിന്റെ അടുക്കൽ വന്ന ശാസ്ത്രിയായ മനുഷ്യനോട് കർത്താവ് ചോദിച്ചത്, നീ തിരുവചനങ്ങളെ എങ്ങനെ വായിക്കുന്നു? അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കുക, ബൈബിൾ എങ്ങനെയും വായിക്കാം. ഇന്ന് ഈ ഉപദേശങ്ങൾക്കെല്ലാം മാറ്റം വരുന്നത് ബൈബിൾ എങ്ങനെയും വായിക്കുന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അതിലെഴുതപ്പെട്ട ആത്മാവിന് വിധേയപ്പെട്ടുകൊണ്ട് അതൊന്ന് വായിച്ചു നോക്കിക്കേ. നമ്മുടെ പിതാവ് നമുക്ക് മനസ്സിലാക്കി തന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഇത് മനസ്സിലാക്കി തരുന്നത്? അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് മനസ്സിരുത്തി വായിച്ചാൽ നമുക്കറിയാം. അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് കർത്താവ് തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞൊരു വാക്യമാണ്. എന്താണ്? യോഹന്നാൻ 14:10 കർത്താവ് പറയുകയാണ്, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? അപ്പൊ രണ്ടുപേരും ഒന്നാണ്. കർത്താവ് പറയുകയാണ്, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പൊ പുത്രൻ ഭൂമിയിലായിരിക്കുമ്പോൾ പിതാവ് പുത്രനിൽ വസിക്കുകയാണ്. അവർ രണ്ടായിരിക്കുമ്പോൾ തന്നെ അവർ ഒന്നാണ്. വീണ്ടും കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് പുത്രനാം ദൈവത്തിന്റെ മേലുണ്ട്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേൽ പിതാവ് വസിക്കുന്നു, പരിശുദ്ധാത്മാവാം ദൈവം വസിക്കുന്നു. ഇത്രയെല്ലാം വ്യക്തമായിട്ടല്ലാതെ ഇനി എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക? ട്രിനിറ്റിയെ കുറിച്ച് ഇത്ര വ്യക്തമായിട്ട് ഇനി ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണ്ടത്? തെളിവ് തരാം. ഏറെ മണിക്കൂറുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ ചെലവഴിച്ച പ്രൈസ് ദി ലോർഡ് ഈ വിഷയത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുവാനിടയായപ്പോൾ ഒത്തിരി റെഫറൻസുകൾ
നമ്മൾ അതുകൂടെ പഠിച്ചിട്ടെ രണ്ടാമത്തെ വാക്യത്തിൽ നിന്ന് മുന്നോട്ട് പോകുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വാക്യങ്ങൾ പഠിക്കുമ്പോൾ എല്ലാം യേശു തന്നെ തൃത്വം അവകാശപ്പെടുകയാണ്. അപ്പൊ തൃത്വം പൊട്ടിമുളച്ചതല്ല, ക്രിസ്തു പഠിപ്പിച്ചതാ. അതുകൊണ്ട് തൃത്വോപദേശം ബൈബിളിൽ ഉള്ളത് കൊണ്ട് നാം തൃത്വത്തിൽ വിശ്വസിക്കുന്നു. എന്നാൽ ഒരിക്കലും 3 ദൈവമുണ്ട് എന്ന് നാം പഠിപ്പിക്കുന്നില്ല. പഠിപ്പിച്ചാൽ അത് തെറ്റാണ്. ദൈവം ഏകനാണ്. അവർ 3 പേർക്കും ആളത്വമുണ്ട്. പ്രതികൾ ഓർക്കണം, ദൈവം ഏകനാണ്, എന്നാൽ ഇവർ 3 പേരും ദൈവമാണ്. പക്ഷേ എന്താ അതിന്റെ തെളിവെന്താ? ഇവർ 3 പേരും ദൈവമാണെങ്കിൽ ഇവർ 3 പേരും ഒരു വ്യത്യസ്തമായിട്ടൊന്ന് കാണിച്ചു തരാമോ? ഇവർ 3 പേരും ദൈവമാണെങ്കിൽ ഇവര് 3 പേരെയും വ്യത്യസ്തമായിട്ട് വിശുദ്ധ ബൈബിളിൽ എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരാമോ? എന്നാ തെളിവ് പിടിച്ചോ. മത്തായിയുടെ സുവിശേഷം 3:16-17. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്നും കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ഓർക്കണം, പുത്രനാം ദൈവം ഭൂമിയിലാണ്. പിതാവിനെ അനുസരിച്ച സ്നാനപ്പെട്ട്, സ്നാപക യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട് അവൻ വെള്ളത്തിൽ നിന്നും കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. അപ്പൊ അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ വാക്യത്തിൽ ഉയരത്തിൽ നിന്നും പിതാവായ ദൈവം സംസാരിക്കുന്നു. ഉയരത്തിൽ നിന്നും പരിശുദ്ധാത്മാവം ദൈവപ്രാവെന്ന പോലെ ഇറങ്ങി വരുന്നു. പുത്രനാം ദൈവം ഇവിടെ സ്നാനം കഴിക്കുകയാണ്. തൃത്വം കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചുവെങ്കിൽ വ്യക്തമായ തെളിവ് നമുക്ക് അവിടെ കാണുകയാണ്. പ്രൈസലോ. അതുകൊണ്ടാ ശാസ്ത്രിയോട് ചോദിച്ചതുപോലെ നീ തിരുവചനങ്ങളെ എങ്ങനെ വായിക്കുന്നു? എങ്ങനെ വായിക്കാന്നേ? വായിക്കുന്നവന് ഇതെല്ലാം ഉൾട്ടാ സുൾട്ട എല്ലാമായിട്ട് പഠിച്ചു പോകാം. എല്ലാം ഞാൻ കരുതിയിട്ടുണ്ട്. യേശുനാമക്കാരുടെ ഉപദേശം, യഹോവ സാക്ഷിക്കാരുടെ ഉപദേശം, ജ്ഞാനവാദികളുടെ ഉപദേശം, അസൂറ ഒരു നിമിഷം പന്ത്രണ്ട് ആയുർപദേശികളുടെ ഉപദേശം, ഇതെല്ലാം പ്രൈസ് ദി ലോർഡ്. അതെ, അറിയോന്യരുടെ ഉപദേശം. അപ്പൊ ഇതെല്ലാം നമ്മൾ ചിന്തിച്ചിട്ടാണ് രണ്ടാമത്തെ വാക്യത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോകുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ട്രിനിറ്റി എന്നത് യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ നാം വായിക്കുമ്പോൾ ട്രിനിറ്റിക്ക് അനേക ദൃഷ്ടാന്തങ്ങൾ അവിടെ കാണുകയാണ്. അപ്പൊ ഇത് തിരുവചനത്തിൽ കാണുന്നുണ്ടോ? 3 പേരെയും കാണുന്നുണ്ടോ? അനേക ഇടങ്ങളിൽ കാണും. റോമലേഖനത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യമാണ്, ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങളിൽ വസിക്കുന്നു. റോമർ 8:9 ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പൊ ദൈവം ആത്മാവ്, ക്രിസ്തു ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ തിരുവഴുത്തില് ട്രിനിറ്റി എന്നത് അനേക ഇടങ്ങളിൽ നാം കാണുകയാണ്. വീണ്ടും 1 കൊരിന്ത്യർ 12:3 കാണുന്നത്, ആകയാ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും. അപ്പോൾ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശാപിക്കപ്പെട്ടവനെന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിനല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയുമില്ല. അപ്പൊ ട്രിനിറ്റി എന്ന വാദത്തിന് എത്രത്തോളം വാക്യങ്ങൾ കിടക്കുന്നു.
ധന്യനായ പൗലോസ് ആശീർവാദത്തോടനുബന്ധിച്ച നമ്മുടെ സഭകളിലെല്ലാം ആശീർവാദം പറയുമ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോട് എല്ലാവരോടും കൂടി ഇരിക്കട്ടെ. 2 കൊരിന്ത്യർ 13:14. അപ്പൊ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചുവെങ്കിൽ ശിഷ്യന്മാരും ട്രിനിറ്റി നമ്മളെ പഠിപ്പിച്ചു. പത്രോസ് എങ്ങനെയാണ് പഠിപ്പിച്ചത്? 1 പത്രോസ് 1:2 പറയുക, പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവനുമായ വ്രതന്മാർക്ക് വേണ്ടിയിട്ട് എഴുതുന്നത്. അപ്പോൾ 1 പിതാവായ ദൈവം, 2 ആത്മാവിന്റെ വിശുദ്ധീകരണം, 3 യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ. അപ്പൊ തിരുവചനത്തില് ട്രിനിറ്റി എന്ന വിഷയമില്ലാതെയല്ല. യൂദ ഒരൊറ്റ ലേഖനം എഴുതിയുള്ളെങ്കിലും യൂദയും പറയുകയാണ്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിപ്പീൻ. അപ്പൊ നമ്മളെ തന്നെ എന്താണ് സൂക്ഷിക്കണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പുറപ്പാട് പുസ്തകം 20:2 വാക്യത്തിൽ പറയുന്നു, ഞാനല്ലാതെ ദൈവമില്ല. ഞാനല്ലാതെ ദൈവമില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ച് അനേക വാദങ്ങൾ നടക്കുകയാണ്. യേശു ദൈവമാണോ എന്ന് അനേകർ ചോദിക്കുന്ന ചോദ്യമാണ്. യേശു ദൈവമാണോ? പലപ്പോഴും വിശ്വാസിയോട് ചോദിച്ചാലും അതിന് ഒരു തെളിവ് കൊടുക്കാനൊക്കെ വിശ്വാസിക്കും കഴിയാത്ത ഒരു കഴിവുകേട് ഇന്ന് അവർക്കുമുണ്ട്. അവരെയും വേണ്ടും വണ്ണം അതിന് പ്രാപ്തരാക്കുന്നില്ല ദൈവദാസന്മാർ. യേശു ദൈവമാണോ? തെളിവുണ്ടോ? യേശു ദൈവമാണെങ്കിൽ തിരുവചനത്തിൽ എവിടെ ഒന്ന് കാണിച്ചു തന്നേ. അനേക വിഷയങ്ങളാണ് ഇന്ന് വിശുദ്ധ സഭ നേരിടുന്നത്, ദൈവമക്കൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവമക്കളെ ഓർക്കണമേ, യേശു ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. നിങ്ങൾ തക്ക മറുപടി കൊടുക്കണം. യേശു ക്രിസ്തു ദൈവമെന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. അതിന്റെ 1-ാമത്തെ പേജിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമം. ശ്രദ്ധിച്ചിട്ടില്ല? നിങ്ങൾ ശ്രദ്ധിക്കണം. തൊട്ടടുത്തിരിക്കുന്ന ബൈബിൾ ഒന്ന് നിവർത്തി നോക്കുക. പുതിയ നിയമത്തിന്റെ ആദ്യത്തെ പേജ്, എല്ലാവരും വിട്ടുകളഞ്ഞിരിക്കുന്ന പേജ്. അതിൽ യേശു ദൈവമെന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ നിയമം ആരംഭിച്ചിരിക്കുന്നത്. എന്താണ്? നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമം. അവിടെ നമ്മുടെ കർത്താവ് എന്ന നാമം കൊടുത്തിരിക്കുന്ന അഡോണായി എന്ന പദമാണ് അവിടെ വന്നിരിക്കുന്നത്. യഹോവയായ കർത്താവ്, യഹോവയുടെ പരമാധികാരത്തെ സൂചിപ്പിക്കുന്ന പേരാണ് കർത്താവായ യഹോവ അല്ലെങ്കിൽ അഡോണ. പഴയ നിയമത്തിൽ 25 പ്രാവശ്യം ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. കർത്താവിന്റെ പരമാധികാരത്തെ കാണിക്കുവാൻ അഡോണായി. അപ്പൊ പുതിയ നിയമത്തിലോ യേശു ദൈവമാണോ എന്ന് ചോദിക്കുന്ന ഏതെങ്കിലും മണ്ടനുണ്ടെങ്കിൽ കാണിച്ച പുതിയ നിയമത്തിലെ ആദ്യ പേജ് തുറന്നു കാണിക്കണം. ഇതാ എഴുതിയിരിക്കുന്നു, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമം. പിന്നെ എവിടെയാ തെളിവ് എടുക്കുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പേ ജാതകം എഴുതി വെച്ചവനാണ്. ആ ജാതകത്തിന്റെ പട്ടികയിൽ എഴുതി വെച്ചിരിക്കുകയാണ് അവൻ മഹാദൈവമായി പിറക്കുന്നവനാ. യെശയ്യാവ്, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യെശയ്യാവ് പ്രവാചകന്മാരിൽ മുൻനിരയിൽ ഒന്നവനാണ്. ആ പ്രവാചകനായ യെശയ്യാവ് തന്റെ പുസ്തകം എഴുതുമ്പോൾ
ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിക്കുന്നു. കാള തന്റെ ഉടയവരെയും കഴുത തന്റെ യജമാന്റെ പുൽത്തട്ടിയും അറിയുന്നു, എന്റെ ജനമോ അറിയുന്നില്ല. അത് ദൈവമാരെന്ന് എന്റെ ജനം അറിയുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ഇന്നും അനേകർ നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവാചകൻ തന്റെ പുസ്തകം എഴുതി പോകുമ്പോൾ 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരടയാളം കാണിച്ചു തരികയാണ്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്ന് പേരാകുമെന്ന്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ബൈബിളിൽ 66 പുസ്തകമുണ്ടെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66 പുസ്തകങ്ങൾ എഴുതി നിർത്തുമ്പോൾ അത് മുഴുവൻ വരുവാനുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രൈസ് ദി ലോർഡ് ജാതകമാണ്. അതുകൊണ്ട് 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം പ്രവാചകൻ എഴുതി, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് വിളിക്കപ്പെടുമെന്ന്. എടാ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നതിന് 720 വർഷങ്ങൾക്ക് മുമ്പേ അവൻ മഹാദൈവമെന്നും വീരനാം ദൈവമെന്നും എഴുതി വെച്ച പുസ്തകമുണ്ടെന്നേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം സമർത്ഥിക്കുകയായിരുന്നു യോഹന്നാന്റെ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. പിന്നെയും ചോദിക്കുന്നവരുണ്ടോ, യേശു ദൈവമാണ്? പഴയ നിയമത്തിലെ യഹോവ തന്നെയാണോ പുതിയ നിയമത്തിലെ യേശു? ഉണ്ടെങ്കിൽ തെളിവ് താ പാസ്റ്ററേ. ഇതാ പിടിച്ചോ തെളിവ്. യെശയ്യാവിന്റെ പുസ്തകം 40-ന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നതാ, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ. ആർക്ക് വഴിയൊരുക്കുവാൻ? യെശയ്യാവിന്റെ കാലത്ത് ദൈവത്തെ വിളിച്ചിരിക്കുന്ന യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ. നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് പെരുവഴി നിരപ്പാക്കുവിൻ. യെശയ്യാവിന്റെ കാലത്ത് വിളിച്ചു പറഞ്ഞതാണ്, വരുവാനിരിക്കുന്ന യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നതാ, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ. നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് പെരുവഴി നിരപ്പാക്കുവിൻ. ആ പ്രവാചക ശബ്ദത്തിന് മറുപടി മത്തായിയുടെ സുവിശേഷം 3:3 കാണുന്നു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കിത്, കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെയാണ്. അപ്പോ യോഹന്നാൻ സ്നാപകൻ ആരെയാണ് വിളിച്ചു പറഞ്ഞത്? അവൻ ആർക്ക് വേണ്ടിയാണ് വഴിയൊരുക്കുവാൻ വന്നത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ യെശയ്യാവ് പറഞ്ഞ യഹോവയായ ദൈവത്തിന്റെ വഴി നിരപ്പാക്കുവാൻ ഇതാ ഏലിയാവിന്റെ ആത്മാവോടുകൂടി ഒട്ടകത്തിന്റെ തോലുകൊണ്ട് വസ്ത്രം ധരിച്ചവൻ. അതെങ്ങനെ ഒട്ടകത്തിന്റെ തോലുകൊണ്ട് വസ്ത്രം ധരിച്ചവൻ? പ്രൈസ് ദി ലോർഡ്. സ്നാപക യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം മഹാപുരോഹിതന്റെ പുത്രനായി ജനിച്ചവനാണ്. വലിയ കുലമഹിമ പറയുവാൻ കഴിയുന്ന മനുഷ്യനാണ്. എന്നാൽ തന്റെ ബാല്യകാല പഠനം കഴിഞ്ഞപ്പോൾ അധർമ്മവും പാപവുമായിരിക്കുന്ന ഈ ജനത്തെ വിട്ട് അവൻ മരുഭൂമിയിലേക്ക് കടന്നുപോയി. വെട്ടുക്കിളിയും തേനും കഴിച്ച, പ്രൈസ് ദി ലോർഡ്. വെട്ടിക്കിളി എന്ന് പറയുമ്പോൾ മലയാളി വിചാരിക്കും ഈ ചീവീട് പോലെ ഇരിക്കുന്ന വെട്ടുക്കിളിയാണ്, അത് ഉണക്കിയതാണെന്നൊക്കെ പറയുന്ന പല ദൈവദാസന്മാരുമുണ്ട്. എന്നാൽ വെട്ടിക്കിളി എന്ന വാക്കിന് അർത്ഥം വരുന്നത്, പ്രൈസ് ദി ലോർഡ്, അവിടെ പ്രത്യേകം ഓർക്കണം, ആ വെട്ടുക്കിളി എന്നത് കാട്ടുകിഴങ്ങാണ്. പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല. അതായത് കോമോ എന്ന ഗ്രീക്ക് പദമാണ്, കാട്ടുകിഴങ്ങെന്നാണ് ആ വാക്കിനർത്ഥം. വെട്ടുക്കിളി എന്ന വാക്കിന്
കോമോ എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്ന. കാട്ടുകിഴങ്ങും തേനുമായിരുന്നു അവന്റെ ഭക്ഷണം. ഒരു യഹൂദനായിരുന്നുവെങ്കിൽ അവൻ വീഞ്ഞു കുടിക്കുന്നവനാ. നമുക്കറിയാം, കാനാവിലെ കല്യാണ ഭവനത്തിൽ വീഞ്ഞു പോരായക വരികയാൽ വീര്യമുള്ള വീഞ്ഞ് കർത്താവ് തന്നെ അവർക്ക് വിളമ്പിക്കൊടുക്കുവാൻ പറഞ്ഞു. എന്നാൽ സ്നാപക യോഹന്നാൻ മുന്തിരിയുടെ ആ ഒരു വീഞ്ഞുകൊണ്ടൊന്നും തന്നെ മലിനമാക്കിയില്ല. നാസ്യവ്രതം എടുത്തുകൊണ്ട് അവൻ മരുഭൂമിയിലേക്ക് പോയവനാണ്. അവൻ പാപം നിറഞ്ഞ ജനത്തിന്റെ അടുക്കൽ നിന്നും അവൻ തന്റെ ശുശ്രൂഷയെ മാനിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ശോഭിക്കാനുള്ളവനായതുകൊണ്ട് പുതിയ നിയമത്തിൽ സ്നാപക യോഹന്നാൻ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനവാക്യങ്ങൾ ഓരോന്നിടത്ത് അക്കമിട്ട് പഠിച്ചു കഴിയുമ്പോൾ, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, അവൻ മണവാളനാണ്, അവന്റെ കയ്യിൽ വീശുമുറമുണ്ട്, അവൻ ന്യായം വിധിക്കുന്നവനാണ്. എന്തെല്ലാം സാക്ഷ്യങ്ങളാണ് കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മരുഭൂമിയിൽ കാട്ടുകിഴങ്ങും തേനും കഴിച്ചവൻ. അവന്റെ വസ്ത്രം എന്തായിരുന്നു? ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രമായിരുന്നു. അതെങ്ങനെ ഈ മരുഭൂമിയിൽ ഈ ദരിദ്രനായ മനുഷ്യന് ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം എങ്ങനെയായിരുന്നു? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ കാലത്ത് ആരെങ്കിലും ഒട്ടകരോമത്തിന്റെ വസ്ത്രം ഇട്ടുകൊണ്ട് നടന്നിട്ടുണ്ടോ? മരുഭൂമിയിൽ ചത്തുകിടക്കുന്ന വ്യാപാരികൾ ഉപേക്ഷിച്ചു പോയ ഒട്ടകത്തിന്റെ തോലുകൊണ്ട് തന്റെ നാണിടങ്ങൾ മറച്ചുകൊണ്ട് നടന്നു. വിലപിടുത്തമുണ്ടോ? വിലപിടുത്തമുണ്ടോ? റീസലോ വചനം നമുക്ക് പഠിച്ചു പോകാം. റീസലോ ഒരിക്കലും നഷ്ടമാകില്ല. വചനത്തിന്റെ മുന്നിൽ നമ്മൾ ഊറ്റിരുന്നാൽ, ധ്യാനിച്ചുകൊണ്ട് ഊറ്റിരുന്നാൽ അതൊന്നും നഷ്ടമാകില്ല. പ്രാപിക്കുന്നത് പറഞ്ഞു കൊടുക്കുവാനും ദൈവം ഓരോ ദൈവദാസന്മാരെയും ഈ നാളുകളിൽ ഉപയോഗിക്കട്ടെ എന്ന ദൈവസന്നദ്ധയെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, പഴയ നിയമത്തിലെ യഹോവയാണോ യേശു? തെളിവെന്താ? ഇതാ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്ക്, കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യേശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. അപ്പൊ യേശയ്യാവ് എന്താ വിളിച്ചു പറഞ്ഞ കേട്ടോ? ഒരുത്തൻ വിളിച്ചു പറയുന്നു, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ. മത്തായിയുടെ സുവിശേഷത്തിൽ മത്തായി പറയുകയാണ്, യേശയ്യാവ് പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെയാണ്. അറിയത്തല്ലോ. വീണ്ടും സങ്കീർത്തനം 24:7-8 കാണുന്നത്, വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉണർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആര്? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. സെക്രിയാവിന്റെ പുസ്തകത്തിൽ നാം കാണുന്നു, മറുപടി കാണുകയാണ്. മത്തായിയുടെ സുവിശേഷം 21:4 കാണുന്നു, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്ത് കയറി വരുന്നു എന്ന ആ വചനത്തിന്റെ നിവൃത്തി അവിടെ നടക്കുകയാണ്. വീണ്ടും സങ്കീർത്തനം 118:26 യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. മത്തായിയുടെ സുവിശേഷം 21:9 ഇസ്രായേൽ ജനങ്ങളെല്ലാം ഒരേ സ്വരത്തിൽ ആർത്തു പറയുന്നു, ദാവീദ് പുത്രൻ ഹോശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. അതേ, കർത്താവായ യേശു ക്രിസ്തു ദൈവം തന്നെയാണ്. അവൻ പൂർണ്ണ മനുഷ്യനുമാണ്, പൂർണ്ണ ദൈവവുമാണ്. സങ്കീർത്തനക്കാരൻ എഴുതുമ്പോൾ 110:1 പറയുകയാണ്, യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്തത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക. കർത്താവായ യേശു ക്രിസ്തു ചോദിക്കുകയാണ്, യേശു അവരോട് ചോദിക്കുകയാണ്, എന്നാൽ ദാവീദ് ആത്മാവിനാൽ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ്?
അപ്പൊ യേശുവിനെ കർത്താവെന്ന ദാവീദ് ആത്മാവിനാൽ വിളിച്ചുവെങ്കിൽ ആ അഡോണയായവൻ, ആ ദൈവമായവനാണ് പുതിയ നിയമത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ വീണ്ടും നാം കാണുകയാണ് അവിടെ പുത്രനോടോ. എബ്രായ ലേഖനം 1:8 പൗലോസ് എഴുതിയപ്പോൾ ഇപ്രകാരം പറയുന്നു, പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാ. ഭൂമിയിലെ പുത്രന്റെ ദൗത്യത്തെ പൂർത്തീകരിച്ചുകൊണ്ട് ജയാളിയായി തീർന്ന പുത്രനെ പിതാവായ ദൈവം വിളിക്കുന്നു, പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാ. നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദേഷിച്ചിരിക്കുകയും ചെയ്കയാൽ ദൈവം നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവ്വതിനും മീതെ ദൈവമായി എന്തേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആരാണ്? കർത്താവായ യേശു ക്രിസ്തു സർവ്വതിനും മീതെ ദൈവമായി എന്തേക്കും വാഴ്ത്തപ്പെട്ടവൻ. യോഹന്നാന്റെ സുവിശേഷം 17:11 പറയുന്നു, പരിശുദ്ധാത്മാവേ അവർ നമ്മെപ്പോലെ ഒന്നാകെ, പരിശുദ്ധ പിതാവേ അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ എന്ന ദൈവത്തിനു തുല്യമായിട്ട് കർത്താവായ യേശു ക്രിസ്തു അവിടെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ യോഹന്നാൻ 17:21 പറയുകയാണ്, പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന്. അപ്പൊ പുത്രൻ ആരാണ്? അവൻ ദൈവം തന്നെയാണ്. അതുകൊണ്ടാണ് തോമസ് കർത്താവിനെ പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ കണ്ട തോമസ് വിളിച്ചു പറയുന്നു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവനേ എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യേശു ദൈവമല്ല എങ്കിൽ യേശുവിൻ്റെ കാൽക്കൽ വന്ന് വീഴുന്ന എത്രയോ വ്യക്തിജീവിതങ്ങൾ നമുക്ക് പുതിയ നിയമത്തിൽ കാണാം. അവരോടൊന്നും അരുത് എന്ന് കർത്താവ് പറഞ്ഞു. ഈ പറയുന്ന അപ്പോസ്തലന്മാരായ പത്രോസും യോഹന്നാനും യാക്കോബും എല്ലാം, പത്രോസ് പറയുന്നു, കർത്താവേ ഞാനൊരു പാപിയായ മനുഷ്യൻ, നീ എന്നെ വിട്ടു പോകണമെന്ന് പറഞ്ഞ് അവന്റെ കാൽക്കൽ വീണു. ഒരു യഹൂദൻ മറ്റൊരു യഹൂദനെ നമസ്കരിക്കുകയോ? പാവനിയായ സ്ത്രീ അവന്റെ കാൽക്കൽ വീണു, അരുതേ എന്ന് അവൻ പറഞ്ഞു. കനാന്യ സ്ത്രീ വന്ന് അവന്റെ കാൽക്ക് വീണു, അരുത് എന്നവൻ പറഞ്ഞു. അവൻ ആരാധനയ്ക്ക് യോഗ്യൻ, അവൻ സ്തുതികൾക്ക് യോഗ്യൻ. ജഡശരീരമെടുത്ത കർത്താവും അവൻ ആരാധനയ്ക്ക് യോഗ്യൻ, സ്തുതികൾക്ക് യോഗ്യൻ, സകല പുകഴ്ചയ്ക്കും മഹത്വത്തിനും യോഗ്യനാണവൻ. ഇതാ അവന്റെ വിലാപ്പുറത്ത് കൈയിട്ട് കടത്തിയിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ് തോമസിന് പ്രത്യക്ഷനായപ്പോൾ അവൻ തന്നെ ആത്മാവിൽ വിളിച്ചു പറയുന്നു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കാൽക്കൽ വീഴുകയാണ്. കർത്താവ് എന്തുകൊണ്ട് അരുത് എന്ന് പറയുന്നത്? ദൈവമേകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെയല്ല നമസ്കരിക്കേണ്ടതെന്ന് എന്തുകൊണ്ട് കർത്താവ് പറഞ്ഞില്ല? അവൻ ദൈവമാണ്, അവൻ പിതാവിനോട് കൂടെ ഉണ്ടായിരുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ട്രിനിറ്റി എന്ന വിഷയത്തെക്കുറിച്ച് ദൈവജനം നന്നായി പഠിക്കേണ്ട ഒരു കാലമാണ്. 1 യോഹന്നാൻ 5:2 പറയുകയാണ്, ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്ന് നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. കർത്താവിന്റെ മാറോട് ചാഞ്ഞു കിടന്ന ആ യോഹന്നാൻ പറയുകയാണ്, അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. വെളിപ്പാട് പുസ്തകം 1:8 പറയാം, ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു. എന്നും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു.
സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. എടാ, ഇതൊന്നും വിശുദ്ധ ബൈബിളിൽ എഴുതിയിട്ടില്ലാത്ത വേദഭാഗങ്ങളല്ല ഞാൻ പറയുന്നത്. ജ്ഞാനം അന്വേഷിക്കുന്ന ഒരു യവനനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അക്ഷരമാലയിലെ ആദ്യവും അവസാനവും അത് ഞാൻ തന്നെയാകുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനാകുന്നു. വെളിപ്പാട് പുസ്തകം 1:17, വെളിപ്പാട് 3:14 ആമീൻ എന്ന് പേരുള്ളവൻ അരുളി ചെയ്യുന്നു. 19:13 പറയുന്നു വചനമായവൻ അരുളി ചെയ്യുന്നു. 19:16 പറയുന്നു രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. 21 വെളിപ്പാട് 21:3 പറയുന്നു ഇമ്മാനുവേൽ, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെയിരിക്കും. വീണ്ടും പറയുന്നു എഫേസ്യ ലേഖനം 5:5 ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധി, ദ്രവ്യാഗ്രി ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന നിങ്ങൾ അറിയുന്നുവല്ലോ. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായി തീർന്നിരിക്കുന്നു. അപ്പൊ അവനിലല്ലോ സർവ സമ്പൂർണയും ദേഹരൂപമായി വസിക്കുന്നത്. 1 തിമോത്തിയോസ് 3:15 ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്ന് ആശിക്കുന്നു. താമസിച്ചു പോയ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ഈ സഭ ആരുടെയാ? കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്നു. അപ്പൊ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത്. 1 യോഹന്നാൻ 1:5 പറയുന്നു ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്ന് കർത്താവ് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് 8:12 ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അതുപോലെ സങ്കീർത്തനം 97:9 കാണുന്ന യഹോവേ നീ സർവ്വഭൂമിക്കും മീതെ അത്യുന്നതൻ, സകല ദേവന്മാർക്കും മീതെ ഉയർന്നവൻ തന്നെ. അതിന്റെ മറുപടി യോഹന്നാൻ 3:31 കാണുന്ന മേലിൽ നിന്നും വരുന്നവൻ എല്ലാവർക്കും മീതെ ഉള്ളവൻ, സ്വർഗത്തിൽ നിന്നും വരുന്നവൻ എല്ലാവർക്കും മീതെ ഉള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തവൻ സാക്ഷീകരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു. ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല എന്ന് യെശയ്യാവ് 44:6 പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മറുപടി വെളിപ്പാട് പുസ്തകം 1:17 പറയുകയാണ് ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകും. വെളിപ്പാട് പുസ്തകത്തില് അതിന്റെ 22:13 പറയുന്നു ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്ത്യനുമാകും. അപ്പൊ ദൈവമക്കളെ ഓർക്കണം, എന്തിന് ഇത്രയെല്ലാം കാര്യങ്ങളാണ്? യോഹന്നാന്റെ സുവിശേഷം 1:2 വേദഭാഗത്തിൽ നിന്നുകൊണ്ട് എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ ചിന്തിച്ചത്? തീർന്നിട്ടില്ല. വരുന്ന ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി കൂടെ പഠിപ്പിച്ചിട്ടേ മുന്നോട്ട് പോകുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മനുഷ്യവർഗത്തോടുള്ള ബന്ധത്തില് ട്രിനിറ്റിയുടെ പങ്കെന്താണ്? 1, പിതാവ് ജഡമൊരുക്കി. എബ്രായ ലേഖനം 10:5. മനുഷ്യവർഗത്തിനെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ ട്രിനിറ്റി, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചെയ്ത കാര്യങ്ങൾ പിതാവ് ജഡമൊരുക്കി. എവിടെയാ? എബ്രായ ലേഖനം 10:5. പുത്രൻ ജഡം ധരിച്ചു. 1 തിമോത്തിയോസ് 3:16 അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. പരിശുദ്ധാത്മാവിനാൽ ജനിക്കപ്പെട്ടു. എബ്രായർ 9:14. ഇതിലും അപ്പുറത്തൊക്കെ എന്താ തെളിവ് വേണ്ടത്? ട്രിനിറ്റി മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വഹിച്ച പങ്കാണ് ഈ പറയുന്നത്. ഒന്നും കൂടെ ഞാൻ പറയാം. ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ ആദ്യമായിട്ട് കിട്ടുന്ന വചനമായിരിക്കാം.
അതുകൊണ്ട് ഒന്നും കൂടെ ആവർത്തിക്കാം, നിങ്ങളും ബലപ്പെടണമല്ലോ. എബ്രായ ലേഖനം 10:5 പറയുകയാണ്, പിതാവ് ജഡമൊരുക്കി. അപ്പൊ ദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പേ പിതാവ് ജഡമൊരുക്കി, പുത്രൻ ജഡം ധരിച്ചു. 1 തിമോഥെയോസ് 3:16 അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, പരിശുദ്ധാത്മാവിനാൽ ജനിക്കപ്പെട്ടു. എബ്രായർ 9:14. ഓക്കെ, അപ്പോൾ നാം വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം 1:2 വേദഭാഗമാണ്. ഒരൊറ്റ ചെറിയ ഒരു വേദമാണ്. അവൻ ദൈവത്തോടു കൂടെയായിരുന്നു. അവൻ ഇന്ന് ചിന്തിച്ചത് അവൻ ദൈവത്തോടു കൂടെയായിരുന്നു. തീർന്നില്ല, ഒരു ക്ലാസ്സും കൂടെ വേണ്ടി വരും. അതൊന്ന് ചിന്തിച്ച് നമുക്ക് അടുത്ത വചനത്തിലേക്ക് കിടക്കുക. പ്രൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മുകളിൽ ഒരു നമ്പർ ഉണ്ടല്ലോ എൻ്റെ, ധൈര്യമായിട്ട് വിളിക്കാം. പ്രൈസലോ, പ്രൈസലോ. എല്ലാം പൂർണ്ണ ആയിട്ടൊന്നും അല്ലട്ടോ, എനിക്കറിയാവുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. പ്രൈസലോ, ഹല്ലേലൂയ. ദൈവം ധാരാളമായിട്ട് മാനിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നിത്യനും പരിശുദ്ധമായ സ്വർഗീയ നല്ല പിതാവ്, തിരുനാമത്തിന് മുഖത്ത് അനുഗ്രഹീതമായ നല്ല വൈകിയവേളയ്ക്ക് ആയുസ്വം. കർത്താവെ, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 2 വേദഭാഗത്തിൽ ട്രിനിറ്റി എന്ന വിഷയത്തെക്കുറിച്ചും എല്ലാം ഞങ്ങൾക്ക് ഇന്ന് ചിന്തിക്കുവാൻ കർത്താവ് സഹായിച്ചുവല്ലോ. കർത്താവെ, ഈ പഠിപ്പിച്ചതും കേൾക്കുന്നതുമായ വചനം അനേകായിരങ്ങൾക്ക് വിടുതലിനും ആശ്വാസത്തിനും കാരണമായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ മീഡിയയ്ക്ക് ആയുസ്വം. ഈ മീഡിയ കർത്താവ് ധാരാളമായി മാനിച്ചനുഗ്രഹിക്കുക. കർത്താവിൻ്റെ സത്യസുവിശേഷത്തെ അറിയിക്കുക. ഈ മീഡിയ ദൈവം കരങ്ങൾ ഉപയോഗിക്കുന്ന ദൈവകൃപയ്ക്ക് ആയുസ്വം. അഡ്മിന്മാരെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുക. കർത്താവ് ധാരാളമായി മാനിച്ചനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേട്ടിരിക്കുക. നന്ദി. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഓക്കെ, താങ്ക് യു.